ഒരു കൊലപാതകത്തിന്റെ അമ്പരപ്പും ഞെട്ടലും ഉണ്ടാക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ആലപ്പുഴ മാന്നാറിൽ 15 വർഷം മുമ്പ് കാണാതായ കല എന്ന യുവതി കൊല്ലപ്പെട്ടതായി പോലീസ് സ്ഥിരീകരിച്ചു. സിനിമയെ വെല്ലുന്ന സംഭവങ്ങളാണ് പുറത്തു വരുന്നത്. 15 വർഷം മുമ്പാണ് കലയെ മാന്നാറിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. ഭർത്താവായ അനിൽ ഭാര്യയെ കാണാനില്ലെന്ന് പരാതി നൽകി. എന്നാൽ അന്വേഷണത്തിൽ വിവരമൊന്നും ലഭിച്ചില്ല. കലയുടെ മാതാപിതാക്കൾ നേരത്തെ മരിച്ചതാണ്. ഭിന്നശേഷിക്കാരനായ ഒരാളടക്കം 2 സഹോദരന്മാരാണുള്ളത്. ഇവരാരും പിന്നീട് പരാതിയുമായി പോയില്ല. അതിനിടെ അനിൽ വീണ്ടും വിവാഹിതനായി. കലയുമായുള്ള ബന്ധത്തിൽ അനിലിനൊരു മകനുണ്ട്. രണ്ടാമത്തെ വിവാഹത്തിൽ 2 മക്കളും. നാട്ടിൽ കെട്ടിട നിർമ്മാണ കരാറുകാരനായിരുന്ന ഇയാൾ 2 മാസം മുമ്പാണ് ഇസ്രായേലിലേക്ക് ജോലിക്ക് പോയത്. കലയുടെ ഭർത്താവിനെ നാട്ടിലെത്തിക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട്. കലയുമായുള്ള ബന്ധത്തെ അനിലിൻ്റെ വീട്ടുകാർ എതിർത്തിരുന്നു. തുടർന്നാണ് അനിലും കൂട്ടാളികളും ചേർന്ന് കലയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിൻ്റെ നിഗമനം. കലയെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി കാറിലിട്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നും പിന്നീട് മൃതദേഹം വീട്ടുവളപ്പിലെ സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചിട്ടെന്നുമാണ് സൂചന. സംഭവ ദിവസം ഉല്ലാസയാത്ര പോകാമെന്ന് പറഞ്ഞാണ് കലയെ അനിൽ കാറിൽ കൂട്ടിക്കൊണ്ടുപോയത്. കൂട്ടുപ്രതികളും ഒപ്പം ഉണ്ടായിരുന്നു. യാത്രയ്ക്കിടെ കുട്ടനാട്ടിലെ കള്ളുഷാപ്പിൽ കയറി ഭക്ഷണവും കഴിച്ച് തിരികെ മടങ്ങുന്നതിനിടെയാണ് പ്രതികൾ കൃത്യം നടത്തിയതെന്നാണ് കരുതുന്നത്. തുടർന്ന് മൃതദേഹം രഹസ്യമായി മറവ് ചെയ്യുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് കലയുടെ ഭർത്താവിൻ്റെ ബന്ധു അടക്കമുള്ളവരെയാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. കൊല്ലപ്പെട്ടെന്ന് കരുതുന്ന കലയുടെ ഭർത്താവ് അനിലിൻ്റെ സഹോദരി ഭർത്താവടക്കം 5 പേരാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത്. ഇവരിൽ ചിലരെ അനിലിൻ്റെ വീട്ടിലെത്തിച്ചാണ് കലയുടെ മൃതദേഹം കണ്ടെത്താനുള്ള പരിശോധന നടത്തിയത്. കലയുടെ ഭർത്താവ് അനിലിൻ്റെ വീട്ടിൻ്റെ കോമ്പൗണ്ടിലുള്ള സെപ്റ്റിക് ടാങ്ക് പൊളിച്ചാണ് പരിശോധന നടത്തിയത്. കലയെ മറവ് ചെയ്തെന്ന് കരുതുന്ന ഇരമത്തൂരിലെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഈ അവശിഷ്ടങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമേ കലയുടേതാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയൂ. സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ലാബ് തുറന്ന് നടത്തിയ പരിശോധനയിലാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് മണ്ണു മാറ്റിയ ശേഷമാണ് സ്ലാബ് തുറന്നത്. 2 മാസം മുമ്പ് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തിയത്. 5 പേർ ചേർന്ന് യുവതിയെ കൊന്നു കുഴിച്ചുമൂടി എന്നായിരുന്നു രഹസ്യ വിവരം. പിടിയിലായവരെല്ലാം കൊല്ലപ്പെട്ടതായി കരുതുന്ന കലയുടെ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ്. കേസിൽ പ്രതിയായ 5-ാമനെ കസ്റ്റഡിയിലെടുക്കാനായി അന്വേഷണം തുടർന്ന പോലീസ് ഈ വിവരം പുറത്തറിയിച്ചിരുന്നില്ല. എന്നാൽ 5-ാമനെ പോലീസിന് കണ്ടെത്താനായിട്ടില്ല. 15 വർഷം മുമ്പ് കാണാതായ കല കൊല്ലപ്പെട്ടതായുള്ള സൂചന നൽകുന്ന ഊമക്കത്ത് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ഇവരെ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കലയെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചുമൂടിയതായുള്ള മൊഴി ലഭിച്ചത്. പ്രതികൾ ചേർന്ന് കാറിൽ വെച്ച് കലയെ കൊലപ്പെടുത്തിയ ശേഷമാണ് സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചുമൂടിയത് എന്നാണ് മൊഴിയിൽ പറയുന്നത്. 3 മാസം മുമ്പാണ് കലയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് മാന്നാർ പോലീസിന് ഊമക്കത്ത് ലഭിക്കുന്നത്. ഇതോടെ വീണ്ടും അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. കലയെ കൊലപ്പെടുത്തിയതാണെന്ന വിവരം പ്രതികളിൽ ആരോ മദ്യപാന സദസ്സിൽ വെളിപ്പെടുത്തിയതാണെന്നാണ് സൂചന. അവിടെയുണ്ടായിരുന്ന ആരെങ്കിലും ആവണം പോലീസിന് കത്തയച്ചത്. സംഭവത്തിൽ പ്രതിയായ ഒരാൾ മുമ്പ് ഭാര്യയെയും മക്കളെയും അപകടപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. യുവതിക്ക് മറ്റൊരു യുവാവുമായി ബന്ധമുണ്ടെന്ന് ചിലർ അനിലിനെ വിളിച്ചു പറയുകയായിരുന്നു. ഇതിനെ തുടർന്ന് അനിലും കലയുമായി തർക്കങ്ങളുണ്ടായെന്നാണ് വിവരം. യുവതി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ മുതിർന്നപ്പോൾ മകനെ വേണമെന്ന് അനിൽ ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് നാട്ടിലെത്തിയ ശേഷം കലയുമായി സംസാരിക്കുകയും കാർ വാടകയ്ക്കെടുത്ത് കുട്ടനാട് ഭാഗങ്ങളിൽ യാത്ര ചെയ്യുകയും ചെയ്തു. അതിനിടയിൽ അനിൽ സുഹൃത്തുക്കളായ 5 പേരെ വിളിച്ചു വരുത്തി കാറിൽ വെച്ച് കലയെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. തുടർന്ന് പ്രതികൾ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചിടുകയും ചെയ്തു. കല താമസിച്ചിരുന്ന മാന്നാർ എരമത്തൂരിലെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കാണ് തുറന്ന് പരിശോധിച്ചത്. നിലവിൽ അവിടെ ഒരു പുതിയ വീട് പണിതിട്ടുണ്ട്. എന്നാൽ പഴയ ബാത്റൂമും സെപ്റ്റിക് ടാങ്കും അതേപോലെ തന്നെയാണ്. പഴയ ബാത്റൂം പൊളിച്ചു കളയാത്തതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ നിരവധി തവണ സംശയം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ കൊലപാതകത്തിലേക്ക് സൂചന നൽകുന്ന ഊമക്കത്തുകൂടി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്.